കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഇന്നിനി കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ കാര്യം. നീ എന്തിനാ വിളിച്ചേ? ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാ നീ പറ. പ്രശ്നം അച്ഛാ, നീ പറയടാ. ഗംഗ അവളെല്ലാരും പറ്റിച്ചിട്ട് സ്ഥലം വിട്ടു. ഞാൻ അമ്പല പരിസരത്തെല്ലാം പോയി നോക്കിയിട്ടാ വന്നിരിക്കുന്നത്. അവിടെ ഒന്നും കാണാനില്ല. അറിഞ്ഞ സെക്കൻഡിൽ നീ എന്താ എന്നെ വിളിച്ചു പറയാഞ്ഞേ? എല്ലാ പോലീസ് സ്റ്റേഷനിലും ഞാൻ മെസ്സേജ് കൊടുക്കുമായിരുന്നില്ലേ? മിനിറ്റ് വെച്ച് അവളെ പൊക്കാമായിരുന്നു. സാരമില്ല, ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം. വേണ്ടച്ചാ, ഞാനത് ഓർക്കാഞ്ഞിട്ടല്ല. പക്ഷെ വേണ്ട, പുറത്താരും അറിയാൻ പാടില്ല. ഓ, മറ്റേ ആ ചെറ്റയില്ല എന്തോന്നാ ആ ഗിരി, അവനെ പൊക്കാം. ഇപ്പൊ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലച്ചാ. കല്യാണ മുഹൂർത്തം തൊട്ടു മുമ്പിലെത്തിയ സമയത്താണ് ഗംഗ പോയിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ആവേശത്തിന്റെ പുറത്തല്ല ആ യാത്ര. നന്നായി പ്ലാൻ ചെയ്തിട്ട് തന്നെ. നമ്മൾ വിവരം അറിയുമ്പോ ഇവിടെ എന്തൊക്കെ പൊല്ലാപ്പുകൾ ഉണ്ടാവുമെന്ന് അവൾക്ക് ശരിക്കും അറിയാം. എന്നിട്ടും പോയി. അച്ഛനും മറ്റുമുള്ള സ്ഥിതിക്ക് നമ്മൾ ഫോളോ ചെയ്യുമെന്ന് ഊഹിക്കാനുള്ള ബുദ്ധി അവൾക്കുണ്ട്. അതിനർത്ഥം എന്ത് പ്രതിസന്ധിയെ നേരിടാൻ അവൾ ഒരുക്കമാണെന്നാണ്. ആ ഗിരി എന്ന് പറയുന്നവൻ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ളവനല്ലെന്നാ അറിവ്. പക്ഷെ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വലിയ പുള്ളികൾ കാണും. ആ സാഹചര്യത്തിൽ നമ്മൾ പിറകെ ചെന്ന് പിടികൂടിയാലും ഫലമൊന്നും ഉണ്ടാവില്ല. കൂടെ വരാൻ അവൾ കൂട്ടാക്കില്ല. പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാണവർ. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഇറങ്ങി തിരിച്ചാണെന്ന് പറഞ്ഞാൽ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും കൽപ്പിച്ചാണ് ഗംഗ പോയിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഇഷ്യൂ ആവും, നാണക്കേടുവാവും. വാര്യരങ്ങളെന്നൊന്നും മിണ്ടാത്തത്? ഇനി എന്ത് മിണ്ടാൻ? കൊലച്ചതിയല്ലേ ആ കുട്ടി കാണിച്ചത്? പെട്ടുപോയിരിക്കുന്ന ഞാനാ. ഈ ആലോചന കൊണ്ടുവന്നതും ഉറപ്പിക്കാൻ മുൻകൈ എടുത്തതും ഞാനാ. നന്ദഗോപനെ പറ്റി ഒന്നും അന്വേഷിക്കാനില്ലെന്ന് മാധവ മാഷിന് വാക്ക് കൊടുത്തു. മാഷത് വിശ്വസിച്ചു. അതുപോലെ തന്നെ പെൺകുട്ടിയെ കുറിച്ചുള്ള ക്ലീൻ സർട്ടിഫിക്കറ്റ് ആണ് നന്ദനും വീട്ടുകാർക്ക് ഞാൻ കൊടുത്തത്. അവരും അത് വിശ്വസിച്ചു. അതായത് വാര്യരുടെ വാക്കിനെ അവർ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ആ കുട്ടി ഇപ്പൊ തകർത്തിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. വിശ്വസിക്കാനും കഴിയുന്നില്ല. സത്യം തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടാണോ രമേശൻ വരുന്നത്?
ഗംഗ മിസ്സിംഗ് ആണെന്ന് ആദ്യം കണ്ടെത്തിയത് വാര്യ സാറിന്റെ മകളാ. ഈശ്വരാ, എന്താ അച്ഛൻ നമ്മളിപ്പോ ചെയ്യേണ്ടത്? വിട്ടു നിൽക്കാനും വയ്യ, കേറി ഏൽക്കുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ട്. മാഷെ നമ്മൾ പല കാര്യത്തിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളിയുടെ പല സമ്പ്രദായങ്ങളും എനിക്കിഷ്ടവുമല്ല. പക്ഷേ ഇത്തരം ഒരു ചുറ്റുപാടിൽ ഒറ്റപ്പെടുത്താൻ മാത്രം മനസാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ. അതേസമയം നീ പറഞ്ഞതുപോലെ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും ശരിയല്ല. തന്നെയുമല്ല, നമ്മളല്ല ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. മാഷി വിവരമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പറയണം. അറിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് നമ്മളില്ല. നമുക്ക് 3 പേർക്കും കൂടെ വീട്ടിലേക്ക് പോവാം. എടാ, നിന്റെ ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ, കാർ എടുക്കാം. നന്ദൻ എന്നെ അന്വേഷിക്കോ? അല്ല, ഇപ്പൊ കണ്ടാൽ എന്തു പറയും വാര്യരെ? അയാൾ കെട്ടാൻ നിശ്ചയിച്ചിരുന്ന പെണ്ണ് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയെന്നോ? നിങ്ങൾ വാ, പോയി മാഷെ കണ്ട് അടുത്ത നടപടി എന്താന്ന് ആലോചിക്കാം. ഇതിപ്പോ വെള്ളിയിടി വെട്ടിയതുപോലെ ആയല്ലോ എന്റെ ശിവനെ. വാര്യർ വാ. കുറച്ച് നാരങ്ങ ഞാനെടുത്ത് മാറ്റി വെച്ചതാ. ഇവിടെ വരുന്നവർക്കെല്ലാം ഓരോന്ന് കൊടുക്കണ്ടേ? നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി? തനിച്ചിവിടെ എന്തെടുക്കുകയായിരുന്നു? അത് കൊള്ളാം, കഴിക്കാനും കണ്ടില്ല. ഡി, എന്തു പറ്റിയടി? ഗീതേ, നീ കരയായിരുന്നു. എന്താ മോളെ? എന്താന്ന് വെച്ചാ പറ. നല്ലൊരു ദിവസമായിട്ട് രാവിലെ രമേശനുമായിട്ട് വഴക്കുണ്ടാക്കിയോ? ഇല്ലമ്മേ. ആ, എന്തേലും ആട്ടെ, നീ മുഖമൊക്കെ തുടച്ചിട്ട് അപ്പുറത്തേക്ക് ചെന്നേ. ഗംഗയുടെ അടുത്ത് കാണേണ്ടതല്ലേ നീ? ഒരേ ഒരു ചേച്ചിയല്ലേ നീ? ഉള്ളത് പറയാലോ, നേരം വെളുത്ത് ഇത്രയായിട്ടും ഞാൻ പെണ്ണിനെ ഒന്നും കണ്ടില്ല. അമ്മ, ഗംഗ ഇവിടെ ഇല്ല. അവളെ കാണാനില്ല അമ്മ. ഇന്നലെ രാത്രി ഗംഗ എവിടേക്ക് ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടി പോയെന്നോ? വെള്ളം എടുത്തേ അമ്മേ, വേഗം. അമ്മേ, ആന്റി, ആന്റി, അമ്മേ, 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 ആന്റി. അയ്യോ, അയ്യോ, എന്നെ ചതിച്ചല്ലോ എന്റെ മോള്. മോളെ, അയ്യോ, എന്റെ മോള് മോളെ. എന്റെ മോള് പോയി.
മോളുടെ കയ്യിൽ നിന്നും വെത്തിലപ്പാക്ക് ദക്ഷിണ വാങ്ങി അനുഗ്രഹിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ മകൾ നിങ്ങളുടെ മുഖത്ത് കരിവാരി തെച്ചല്ലോ വാരേ. ഞാനും ഗീതയും മുറിയെല്ലാം പരിശോധിച്ചതാ. ലെറ്ററോ മറ്റൊന്നും എഴുതി വെച്ചിട്ടില്ല. പ്രത്യേകിച്ച് എന്തെഴുതി വെക്കാനാ? ഈ കുടുംബത്തിന്റെ ഭാവി അവള് തിരുത്തി എഴുതിയില്ലേ? ഇതിന് തക്ക പാപം ഞാൻ എന്ത് ചെയ്തു വരേ? കുറെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തു, അറിയാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. അതിന്റെ ഫലം ഇതാണോ? മാഷേ, സ്വയം നിയന്ത്രിക്കുക ഇപ്പൊ ചെയ്യേണ്ടത്. ഞങ്ങളെല്ലാം കൂടെയുണ്ട്. എന്തു വന്നാലും നമുക്ക് നേരിടാം. ആത്മനിയന്ത്രണത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് രമേശന്റെ അച്ഛ. ഒരാപൽഘട്ടം വന്നപ്പോ കൂടെ നിൽക്കാനുള്ള നിങ്ങളുടെ എല്ലാം സന്മനസ്സിനെ ഞാൻ ബഹുമാനിക്കുക. അത് ഞങ്ങളുടെ കടമയല്ലേ? ആലോചിച്ചു നോക്കിയാൽ ഇത് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു കുടുംബ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും നേരം സംഗതി രഹസ്യമായിട്ട് സൂക്ഷിച്ചു. ഇനി അത് പറ്റില്ല. ഇപ്പോൾ തന്നെ പലരും കല്യാണ പെണ്ണിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മേക്കപ്പെടുകയാണെന്ന് പറഞ്ഞിരുന്നു. ഇനി എന്തു ചെയ്യും? നന്ദഗോപനോട് പറയണം അല്ലേ വരേ? പോകേണ്ടവർ പോയി. നമുക്ക് പക്ഷെ ഒളിച്ചോടാൻ പറ്റുമോ? ഞാൻ വരാം, നന്ദനോട് സംസാരിക്കാം. സ്വാഭാവികമായും അയാളുടെ പ്രതികരണം മോശമായിരിക്കും. ക്ഷോഭിക്കുകയോ മുഖത്തടിക്കുകയോ ചെയ്യട്ടെ, ഞാൻ നേരിടാം. കാലുവാരിയ പെണ്ണിന്റെ അച്ഛനായി പോയില്ലേ? മുല്ലമുറ്റത്ത് മാധവ മാഷ്, കാശിന് കൊള്ളാത്ത നാണം കെട്ടവൻ. നന്ദൻ ഹോട്ടലിലല്ലേ? എന്നെ അവിടം വരെ കൊണ്ടെത്തിച്ച രമേശ. വേണ്ടച്ച, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. നന്ദനോട് സംസാരിക്കണ്ടേ? ഇനി എന്തിനാ കാത്തു നിൽക്കുന്നത്? മാഷ് അതിനായിട്ട് പോകണ്ട, ഞങ്ങളുണ്ടല്ലോ. നന്ദഗോപൻ ആള് മാന്യനാ, പക്ഷേ ബന്ധുക്കൾ എങ്ങനെ ആകണമെന്നില്ല. അയാളുടെ അമ്മാവൻ ഒരു പ്രത്യേക ടൈപ്പാണ്. പല സ്വഭാവക്കാരായിരിക്കും കൂടെ ഉള്ളത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ പ്രകോപനം ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരം സന്ദർഭങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. മാഷ് ഇവിടെ ഇരുന്നാൽ മതി. വാര്യസാറുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ. അതെ മാഷേ, ഈ പറഞ്ഞതാണ് ശരി. ഇവിടെ ആണെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ മാഷ് ഇങ്ങനെ വാതിലടച്ചൊന്നും ഇരിക്കണ്ട. പേടിക്കണ്ടോ വരെ? ആത്മഹത്യ ചെയ്യില്ല ഞാൻ. അതിന് പോലും വയ്യടോ. നിങ്ങൾ ചെല്ലേ. രമേശ, ഇങ്ങനെ ഒരു അഴിയക്കുരുക്കിൽ താൻ ചെന്നപ്പെട്ട കാര്യം ഗിരി അറിയുന്നുകൂടിയില്ല. ഒരു ദിവസം മുമ്പ്, പോട്ടെ, ഒരു മണിക്കൂർ മുമ്പ്
ഗംഗ ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നില്ല. അവസാന നിമിഷം വരെ ഞാൻ കാത്തിരുന്നു ഗിരിയുടെ ഒരു ഫോൺ കോളിന് വേണ്ടി. നിരന്തരം ഞാൻ ഗിരിയെ വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇനി രക്ഷയില്ലെന്ന് തോന്നിയപ്പോഴാ ബാഗുമായി ഇറങ്ങിയത്. സിം കാർഡ് നശിപ്പിച്ചതും ഗംഗയെ വിളിക്കുന്നതിൽ നിന്ന് അവനെ വിലക്കിയതും ഞാനാണെന്ന് എങ്ങനെ പറയും? ഒന്നും വേണ്ടായിരുന്നു. ഇനിയിപ്പോ ഗിരി ഇങ്ങോട്ട് വിളിക്കുന്നതുവരെ കാത്തിരിക്കാൻ നിവൃത്തിയുള്ളൂ. ഫോൺ നഷ്ടപ്പെട്ട കാര്യം അറിയുമ്പോഴും അത് ഇവിടെയാണെന്ന് ഓർക്കുവാവോ? ഒന്നാമതെ ശൂന്യമായ മനസ്സോടെയാ ഗിരി ഇവിടുന്ന് പോയത്. ഗംഗ ഇവിടെ ഉണ്ടെന്ന് സ്വപ്നത്തിൽ തോന്നിയാൽ മതി, അവൻ പറന്നിങ്ങെത്തും. മിക്കവാറും മുംബൈയിലെത്തിയതിനു ശേഷം മാത്രം ഗിരിയുടെ ഫോൺ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് തോന്നുന്നു. അപ്പൊ വിവരം പറയാം, അല്ലാതെ എന്ത് ചെയ്യാനാ? അതായത് മറ്റന്നാൾ. അതുവരെ സോളമന് ഞാനൊരു ശല്യമായില്ല. ഇന്നലെ വരെ ഗിരിയായിരുന്നു പ്രശ്നം, ഇപ്പോ ഞാനായി ഭാരം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത്തരത്തിലൊരു ബന്ധമല്ല ഞാനും ഗിരിയും തമ്മില്. അവൻ പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ആ ബന്ധത്തിന്റെ ആഴം അറിയാവുന്നതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴത്തെ എന്റെ പ്രശ്നം മറ്റൊന്നാ. ഇന്ന് ഓഫീസിലകെ തിരക്ക് പിടിച്ച ദിവസമാ. ഉച്ചയ്ക്ക് ശേഷം ഇൻസ്പെക്ഷന് ഹെഡ് ഓഫീസിൽ നിന്ന് ആള് വരും. അപ്പൊ ഞാനവിടെ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ആ കാരണം കൊണ്ടാ ഞാൻ ഗിരിയെ യാത്രയാക്കാൻ പോലും പോവാഞ്ഞത്. ഇപ്പൊ തന്നെ ഓഫീസിലെത്താൻ ഒരുപാട് വൈകി. ഞാൻ കാരണം പോകാതിരിക്കണ്ട, സോളമൻ പോയിക്കോളൂ. ഗംഗ ഇവിടെ ഒറ്റയ്ക്ക്. സാരമില്ല, ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാവുന്നത് വരെ പ്രതീക്ഷയോടെ ഞാൻ ഗിരിയെ കാത്തിരിക്കും. അതിനുശേഷം എന്ത് വേണമെന്ന് പിന്നെ തീരുമാനിക്കും. സോളമൻ പോയിക്കോളൂ. കിച്ചണിൽ ആവശ്യത്തിനുള്ളൊക്കെ ഇരിപ്പുണ്ട്, എടുത്ത് കഴിക്കണം. എന്തിന്റെ പേരിലായാലും പട്ടിണി കിടക്കാൻ പാടില്ല. വിശപ്പില്ല എന്നുള്ള കാരണമൊന്നും പറയരുത് കേട്ടോ. ദാ ഗിരിയുടെ ഫോൺ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, നമ്പർ ഇതിലുണ്ട്. ചിലപ്പോൾ ഗിരി എവിടെ നിന്നെങ്കിലും ഇതിലേക്ക് വിളിക്കാനും ഇടയുണ്ട്. എന്നാ ഞാൻ പോയിട്ട് വരാം. കഴിയുന്നതും നേരത്തെ എത്താൻ നോക്കാം. ശരി. ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. താലിമാല, മോതിരം എല്ലാം ഉണ്ട്. സ്പ്രേ എടുത്ത് വെക്കണോ? എന്താ വേണ്ടമ്മാവ. വേണ്ടെങ്കിൽ വേണ്ട. നിന്റെ ഒരുക്കം കഴിഞ്ഞെങ്കിൽ ഇവിടെ വെച്ച് ദക്ഷിണ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തേക്കാം. ആ ജോലി അങ്ങ് തീരട്ടെ. മണ്ഡപത്തിലെത്തിയാൽ അമ്മയ്ക്ക് മാത്രം മതി ദക്ഷിണ. അത്യാവശ്യമുള്ളവർക്ക് മാത്രം മതിയമ്മാവ. ദക്ഷിണയും മറ്റും വെറുതെ ഓരോരോ ചടങ്ങുകൾ. എന്നാലും വല്യച്ഛനും കാരണവന്മാർക്കും ഒക്കെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങണ്ടേ? അല്ലെങ്കിൽ പിണങ്ങാൻ അത് മതി. അവരത് പ്രതീക്ഷിക്കും. ഒരു അംഗീകാരം കിട്ടുന്ന കാര്യമല്ലേ? ഒരിക്കലല്ലേ ഉള്ളൂ. നീ ആയിട്ടത് മുടക്കണ്ട. ഞാൻ കുറെ നാണയങ്ങൾ മാറ്റി വെച്ചിരുന്നതാണല്ലോ. ആരത്? ആ വാ വാ വാ, അകത്തേക്ക് വന്നാട്ടെ. മുൻപേ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. സാറിന്റെ ഒരു കാര്യം കൊള്ളാം. പെൺകൂട്ടരുടെ ആൺകൂട്ടരുടെ ആളായതുകൊണ്ട് അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഈ തിരക്കിനിടയിൽ കാപ്പി കുടിച്ചോ എന്തോ? ഇവിടെ നല്ല ഒന്നാന്തരം മസാല ദോശയും സാമ്പാറും ഉണ്ട്. ഞാൻ കഴിച്ചു. ഓ, നന്ദ ഒരു മിനിറ്റ്. എന്താ സാറേ? കാര്യമുണ്ട്, പറയാം. വരൂ. അമ്മാവ പോയിട്ട് വാ.
എന്താ വാര്യർ സാറേ, എന്താ പ്രശ്നം? വാര്യർ സാറേ, നന്ദനോട് ക്ഷമ ചോദിക്കാനാണ് ഇങ്ങോട്ട് വിളിച്ചത്. അതിന് ഞങ്ങൾക്ക് അർഹതയില്ല. എന്നാലും സോറി നന്ദഗോപൻ, ഈ കല്യാണം നടക്കില്ല. എന്താ? അതെ, നേരം പോക്ക് പറയാ, അതും ഈ സമയത്ത്. എന്താ വാര്യർ സാർ ഇത്? പ്രശ്നം എന്താ? എന്താ ഗംഗ മിസ്സിംഗ് ആണ്. അച്ഛനും അമ്മയും ഇവളെ സ്നേഹിച്ചു. അതിലുപരിയായി നമ്മൾ പ്രേക്ഷകർ സ്നേഹിച്ചു. എന്നിട്ടും ഈ പെൺകുട്ടി ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഗംഗയ്ക്ക് സ്വന്തം ജീവിതം കൈവിട്ടു പോവുകയാണോ? കാത്തിരുന്നു കാണുക നിങ്ങളുടെ സ്വന്തം ദൂരദർശൻ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.